അപ്പോൾ ഇതൊരു നല്ലൊരു പുഡിങ്ങാണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? ചൈന ഗ്രാസ് ആണ്, അതൊരു തരം സീവീഡാണ്. അപ്പോൾ ചൈന ഗ്രാസ് ആണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഒരു കുക്കിംഗ് വ്ളോഗ് തുടങ്ങാം. കുറേ നാളായി ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ പുഡിങ് ആയാലോ എന്ന് ഞാൻ ആലോചിച്ചു. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇഷ്ടം. അപ്പോൾ ഒരു സിമ്പിൾ പുഡിങ്ങിലേക്ക് തന്നെ പോകാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചു. അതായത് ഇതൊരു ബദാം പുഡിങ്ങാണ്. അപ്പോൾ ബദാം പുഡിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ആൽമണ്ട്സ് അഥവാ ബദാം അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പുഡിങ്ങാണ്. അങ്ങനെയൊന്നുമല്ല. ബദാം പൗഡർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പാലിൽ കലക്കി കുടിക്കാനായിട്ട് ബദാം പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ പാക്കറ്റ്സ്. ഇത് ഞാൻ പ്രത്യേകിച്ചൊരു ബ്രാൻഡായിട്ട് പറയുന്നില്ല. ബദാം ബിവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ബദാം ചില പാക്കറ്റ്സിൽ നിന്ന് ബദാം പൗഡർ മാത്രമായിരിക്കും, അതിൽ കാഷ്യൂനട്ടും ഒക്കെ കാണും, സ്റ്റാർച്ചല്ല. എന്തായാലും ഇങ്ങനെ ഈ റോസ് മിൽക്ക് പൗഡർ പോലെ ബദാം മിൽക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ബദാം പൗഡർ ഓക്കെ, പാലിൽ കലക്കി കുടിക്കുന്ന അതാണ് വേണ്ടത്. അതുണ്ട്. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് സെറ്റ് ചെയ്യുന്ന പുഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന പുഡിംഗ് ആയിരിക്കും. അപ്പോൾ സെറ്റിംഗ് പുഡിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉറപ്പിക്കുന്ന പുഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും 2-3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. ആ 3 കാര്യങ്ങളിൽ ഒന്ന് എന്താണ്? ജലറ്റിൻ. പിന്നെ ഒരെണ്ണം വേണ്ടത് ജലറ്റിൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജലറ്റിൻ എന്ന് പറയുമ്പോൾ പ്യുവർ വെജായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നത് ചൈന ഗ്രാസ് ആണ്, അതൊരു തരം സീവീഡാണ്. അപ്പോൾ ചൈന ഗ്രാസ് ആണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ കോൺഫ്ലവർ വെച്ചിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാലും തണുത്ത് കഴിയുമ്പോൾ സെറ്റാകും. ഇതല്ലെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യണം, സ്റ്റീം ചെയ്യണം, അങ്ങനെയുള്ള പുഡിങ്സും കിട്ടും. അപ്പം നമ്മളുടെ ഇന്നത്തെ പുഡിങ് ബദാം പുഡിങ് എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായല്ലോ. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ ചൈന ഗ്രാസ്. ഇതിപ്പോൾ ബേക്കേഴ്സിൻ്റെയാണ്, പല പല ബ്രാൻഡ് ഉണ്ട്, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പോലെ ഇരിക്കും. എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കവറിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ പിച്ച് ചെയ്താൽ ഒന്നുകിൽ കൈ കൊണ്ടാകാം, അതല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടാകാം, എങ്ങനെയാണെങ്കിൽ. ഇത് വേണ്ട, കൈ കൊണ്ട് തന്നെ ചെയ്യാം. അങ്ങനെ ചൈന ഗ്രാസ് എല്ലാം മുറിച്ചിട്ടു. ഇത് ഏതാണ്ട് 10, ശരിക്കും പറഞ്ഞാൽ 10 grams ആണ്. 10 ഗ്രാം, 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അത് ഫുള്ളായിട്ട് നമ്മൾ എടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം, സാധാരണ വെള്ളം, ഇതാണെന്ന് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് റെഡിയായിരിക്കും. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൈന ഗ്രാസ് കുതിരാനായിട്ട് വെച്ചല്ലോ. അപ്പോൾ ഇച്ചിരി നേരം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എന്തോ ചെയ്തു എന്ന് അറിയാമോ? ഞാൻ കുറച്ച് ബദാമിനെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിനുള്ള പീസസായിട്ട് മുറിച്ച് വെച്ചു. ഇതെന്താ വെച്ചാൽ നമുക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ആ സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി എന്താ വേണ്ടത്? പാല്, ഒരു 1/2 ലിറ്റർ പാലെടുത്തു. അതിൽ നിന്നും ഏകദേശം ഒരു 1/2 കപ്പ് നോക്കിക്കോളൂ. ഒരു 1/2 കപ്പ് പാൽ ആദ്യം മാറ്റാം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന പാല് പാത്രത്തിൽ ഒഴിച്ചിട്ട് കാച്ചാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഇനി പഞ്ചസാര ചേർക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ അതിൻ്റെ ഒരു അവസാന സ്റ്റേജ് ആകുമ്പോൾ ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കും. അപ്പോൾ ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് ഞാൻ മാറ്റിയിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് വരും. 2 കപ്പോളമാണ് ഈ 1/2 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ. അതിനകത്തേക്ക് പഞ്ചസാര. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇച്ചിരി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അത്ര സ്വീറ്റ്നെസ് വേണമെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം. തിളപ്പിക്കാം. അപ്പോൾ പഞ്ചസാര നമ്മുടെ അളവിനനുസരിച്ച് ഇടാം. അപ്പോൾ ഒരു 3 മുതൽ ഒരു 3 to 6 എന്നാണ് പറയുന്നത്. ഞാനൊരു മെഷർമെൻറ്റ് ചെയ്ത് പണ്ട് മാജിക് കവറിൽ ചെയ്തതാണ്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ചേർക്കുന്ന ബദാം മിൽക്ക് പൗഡറിൽ, ഈ പാലിൽ ചേർക്കുന്ന ബദാം പൗഡറിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ, മധുരമുള്ളതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇടുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മതിയെന്ന് വയ്ക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പോരാൻ തോന്നുകയാണെങ്കിൽ ഇനി ഇടാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മതിയാവും. കാര്യം നമ്മൾ ബദാം പൗഡറിലും മധുരമുണ്ട്. ഇതൊരു സൈഡിൽ നടക്കട്ടെ. ഇനി ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ 1/2 കപ്പ്, അതിലേക്ക് ബദാം മിൽക്ക് പൗഡർ, ഇത് ബദാം പൗഡർ ചേർക്കാം. ഓരോന്നായിട്ട് ഓരോ അളന്ന് തന്നെ ഇടാം. ഒരു 5 ടേബിൾ സ്പൂൺ ബദാം പൗഡർ ഇടാം. 4 കഴിഞ്ഞു, ഇത് 5. അപ്പോൾ ഒരു നല്ലൊരു ബദാം ഫ്ലേവർ കിട്ടണ്ടേ, അതിനാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു യെല്ലോ കളറായിരിക്കും മിക്സ് ചെയ്ത് വരുമ്പോൾ. അങ്ങനെ ബദാം പൗഡർ, ബദാം മിൽക്ക് പൗഡർ എന്ന് തന്നെ പറയാം, അത് നമ്മൾ പാലിൽ യോജിപ്പിച്ചു.
ഇതുകൂടെ ഇരിക്കട്ടെ. ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. കുതിരാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്ലാസ് അത് കുതിർന്നിരിക്കുവാണല്ലോ, ഉരുവാനായിട്ട് മാറ്റാം. ഇത് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് ഉരുക്കി കിട്ടും. പാലും പഞ്ചസാരയും കൂടിയുള്ള മിശ്രിതം ഏതാണ്ട് തിളയ്ക്കാറാകുന്നു. ഇനി ഇതിലൊരു 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ബദാം മിൽക്ക് പൗഡറിന് മധുരം ചേർത്തായിരിക്കും വരുന്നത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാരയുടെ അളവിന് മാറ്റം വരുത്തണം. അങ്ങനെ പാലും മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടിയുള്ള മിശ്രിതം ഇവിടെ ഇങ്ങനെ തിളയ്ക്കാറായി ഇങ്ങനെ വരുന്നു. ഇപ്പം തന്നെ തിളയ്ക്കും. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി കഴിഞ്ഞു. കാണിച്ചു തരാം. നന്നായിട്ട് മെൽറ്റായി. ഇതിപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടുള്ളൂ. നിങ്ങൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. എന്തായാലും കുഴപ്പമില്ല, ഓഫ് ചെയ്യും. ഇതാണ് നമ്മുടെ തിക്കനിങ് ഏജൻറ്റ്. ഇനി ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. നമ്മുടെ പാൽ മിശ്രിതത്തിൻ്റെ മുകളിലേക്ക് ഞാൻ അരിപ്പയിലൂടെ അരിച്ചാണ് ഒഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റഡ് ചേർത്ത് കഴിഞ്ഞു. എത്ര ഈസിയാണെന്ന് നോക്കൂ ഈ പുഡിങ് ഉണ്ടാക്കാൻ. സോ ഈസി. കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് തിള വന്നു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണേ, ലാസ്റ്റ് പാർട്ട് തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബദാം മിൽക്ക്, നല്ല കുറുകിയ കോൺസെൻട്രേറ്റഡ് ബദാം മിൽക്കാണ് ഇതൊരു, കണ്ടല്ലോ, ഒരു 5 ടേബിൾ സ്പൂൺ ബദാം മിൽക്ക് പൗഡർ ചേർത്തിട്ട് കലക്കിയ പാലല്ലേ കുറുകിയിരിക്കുന്നത്, ഒഴിക്കാം. ഓക്കെ. ഹാ, നല്ല കളർ, നല്ല മണം, ഒരു ലൈറ്റ് മഞ്ഞ നിറമാണ്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു യെല്ലോ കളറാണ്. ഇനി ഇതിൽ വേറെ എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞു. ആഹാ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. മനസ്സിലായില്ലേ? കറക്റ്റ് മധുരം. ബദാമിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ബദാമിൻ്റെ ടേസ്റ്റും ഉണ്ട്, നല്ലൊരു മണമുണ്ട്. ആഹാ, വ്യത്യസ്തമായൊരു കാര്യമാണ്. ഓക്കെ, കൈ എഴുതിയിട്ട് വരാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂട് ആ ഒരു ഇതോടുകൂടി തന്നെ പാത്രത്തിലേക്ക്, പുഡിങ് പാത്രത്തിലേക്ക് മാറ്റാം. ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്നുണ്ട്, ഇത് പെട്ടെന്ന് സെറ്റാകും. ഒരുപാട് നേരം ഇങ്ങനെ സെറ്റിംഗ് പാത്രത്തിലേക്ക് ഒഴിക്കാതെ വയ്ക്കുന്നത് നല്ലതല്ല. ഇതിനകത്ത് ഇരുന്നിട്ട് ആ ചൂട് മാറിയാൽ മതി. ഓക്കെ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ നമ്മുടെ ബദാം പുഡിങ് ഈസ് റെഡി. ബദാം പുഡിങ് റെഡി എന്ന് പറഞ്ഞാൽ കഴിക്കാനായില്ല. ഇത് ജോലി കഴിഞ്ഞു, അത് മേക്കിംഗ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് വെയിറ്റിംഗ് ടൈമാണ്. ഇതല്പം ഒന്ന് തണുക്കണം. അതായത് ഈ ആവിയെല്ലാം പോയി ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് ആകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചാൽ മതി. അപ്പോൾ നല്ല സെറ്റായി വരും. കാര്യം ഇത്രയും ചൈന ഗ്രാസ് 10 ഗ്രാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ സെറ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, മേളിൽ നമ്മൾ ഇതിപ്പോൾ എന്തായാലും സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണ്, നല്ല ബദാം വെച്ചിട്ട് അലങ്കരിക്കുക. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. പല വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ റോസ് മിൽക്ക് പൗഡറും പാല് കലക്കി കൊടുക്കാനായിട്ട് ബദാം മിൽക്ക് പൗഡറൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കില്ല. അതുപോലൊരു ബദാം മിൽക്ക് പൗഡർ തന്നെയാണിത്. ഇതിപ്പോൾ ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ബ്രാൻഡാണ് ഇത്. അത്യാവശ്യം നല്ല മധുരമാണ്. അതുകൊണ്ടാണ് ഞാൻ പാലിൽ പഞ്ചസാര ചേർത്തപ്പോൾ 3 ടേബിൾ സ്പൂൺ മതി എന്ന് പറഞ്ഞത്. അതിനെക്കാട്ടിൽ കുറച്ച് വേണമെങ്കിലും ചേർക്കാം. കാര്യം ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല മധുരമായിരിക്കും. കാര്യം മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കി ചെയ്യാം. ഓക്കെ. പിന്നെ ഇതുവരെയും ബദാം മിൽക്ക് പൗഡർ വാങ്ങിച്ചിട്ടില്ലാത്തവർ ഇതിനു വേണ്ടി വാങ്ങിക്കുക. വാങ്ങിച്ച് വീട്ടിൽ കുപ്പിയിൽ അടച്ച് വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബദാം പുഡിങ് എല്ലാം ഉണ്ടാക്കാമല്ലോ. ഓക്കെ. അപ്പോൾ തണുക്കട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പുഡിങ് ഞാൻ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് സെറ്റാകാനായിട്ട്, പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രീസറിലാണ് വെച്ചത്. പക്ഷെ അതേ സമയം വെച്ചില്ല കേട്ടോ. ഏതാണ്ട് സെറ്റായി എടുത്തു. നോക്കിക്കോളൂ, സെറ്റായിട്ടിരിക്കുവാണ്. വലുതായിട്ട് തണുത്തിട്ടില്ല. അതിന് മുമ്പേ ഞാൻ എടുത്തു. ദേഹിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആൽമണ്ട്സ് ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ടു. മതി. ഇതാണ് നല്ല കറക്റ്റായിട്ടുള്ള ഗാർണിഷ്. സിംബോളിക്കാണല്ലോ. കാര്യം ഇതൊരു ആൽമണ്ട് പുഡിങ്, അതുകൊണ്ട് തന്നെ ആൽമണ്ട് വെച്ച് അലങ്കരിക്കുന്നു. അങ്ങനെ ഈസി ആയിട്ടുള്ള ബദാം പുഡിങ് റെഡി ആയില്ലേ? ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് ചൈന ഗ്രാസ് അല്ലേ, ഷേപ്പ് ചെയ്യാൻ നല്ല ഉറച്ച് കിട്ടുന്നതാണ്. എന്നാൽ ഓവറായിട്ട് ചൈന ഗ്രാസ് കൂടിയാലും ഭയങ്കര ഹാർഡായിട്ട് പോകും. അങ്ങനെ പാടില്ല. സോഫ്റ്റ്നെസ് ഉണ്ടാവണം, പക്ഷേ ഉറയ്ക്കുകയും വേണം. ഇതിനെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ വെറുതെ ഒരു കട്ടിങ് പാറ്റേൺ വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്കിങ്ങനെ കണ്ടോ, സോഫ്റ്റാണ്,
അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് ഉറച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്ക്വയേഴ്സായിട്ട് തന്നെ പ്ലാൻ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തത് എടുക്കാം. യെസ്, അതിലേറ്റവും ചെറിയ പീസാണ് ഞാൻ. നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ സോഫ്റ്റ്നെസ് അറിയണമെങ്കിൽ ഇതേ നോക്കിക്കോളൂ. ഞാൻ ആ സ്പൂൺ ഇടുമ്പോൾ തന്നെ കട്ടായി വരുന്നതാണ്. സോ സ്മൂത്ത്, സോ സോഫ്റ്റ്. ഇതാണ് കഴിക്കാൻ പോകുന്നത്. കഴിച്ചാലോ? ആഹാ, മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. വെരി ടേസ്റ്റി. നല്ല ടേസ്റ്റാവും. നിങ്ങൾക്ക് സത്യത്തിൽ ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. എനി പാർട്ടി, നിങ്ങൾക്ക് ഏതൊരു പാർട്ടിക്കും സെർവ് ചെയ്യാം. പിന്നെന്താ, ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാകും. ഇത് എളുപ്പമല്ലേ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ബദാം മിൽക്ക് പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ പാക്കറ്റിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ പഞ്ചസാരയുണ്ട്, എഡിബിൾ സ്റ്റാർച്ച് ഉണ്ട്, കാർഡമൺ, ആൽമണ്ട്സ്, കുറച്ച് കാഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് കളർ അത്രേ ഉള്ളൂ, സിന്തറ്റിക് ഫുഡ് കളർ. നമ്മൾ യെല്ലോ കളർ കിട്ടുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച പാല് കലക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് കലക്കിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇതിപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ വരെ എടുത്തു. കാര്യം ഇത് പുഡിങ്ങാണ്, അപ്പോൾ നല്ല ഫ്ലേവർ വരണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇഷ്ടപ്പെട്ടു. തരണമെന്നുണ്ട്, പക്ഷേ പറ്റില്ലല്ലോ. വെരി ടേസ്റ്റി. നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ചെയ്തെന്ന് നോക്കിക്കോളൂ. അതിന് ആവശ്യമുള്ള പീസസൊക്കെ ഇപ്പോൾ എടുത്തു. ഈ ചെറിയ ബൗളിൽ വെക്കാനും ഞാൻ കഴിക്കാനും ഒക്കെ എടുത്തല്ലോ രണ്ടാമത്. ഇനി ബാക്കിയിരിക്കുന്നത് ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് നന്നായിട്ട് അടച്ച് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെക്കാം. നന്നായിട്ട് തണുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുഡിങ്സ് ഏതാണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരിക്കലും ഓപ്പണായിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്നുകിൽ ക്ലിംഗ് ഫിലിം കൊണ്ട് ഇങ്ങനെ അടയ്ക്കുക നന്നായിട്ട്, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്താലും മതിയാകും. അപ്പോൾ അതാണ് നമുക്ക് സേഫ്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തെ സ്മെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആകും. മാത്രമല്ല പുഡിങ് ഡ്രൈ ആയിപ്പോവും, മുകൾ ഭാഗമൊക്കെ. ഏത് പുഡിങ് ആണെങ്കിലും അപ്പോൾ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഒട്ടും തന്നെ ഓപ്പൺ ആവരുത്. അപ്പോൾ ഇതൊരു നല്ലൊരു പുഡിങ്ങാണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? ഇതിപ്പോൾ പുഡിങ് അങ്ങനെ വലിയ എക്സ്പെർട്ടീസ് ഒന്നും വേണ്ട കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എനി ടൈം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്സ് ഒക്കെ തരിക. എനിക്കത് സന്തോഷമേ ഉള്ളൂ വായിച്ച് നോക്കുമ്പോൾ. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെന്താണ്, കമൻറ്റ് മസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ എപ്പോഴും പറയും, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല കാണുന്നത്, അല്ലാതെ ഒരുപാട് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സബ്സ്ക്രൈബും ബട്ടണിലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താ, അതിലൊരു ഓപ്ഷൻ ഉണ്ട്, ബെൽ ഓപ്ഷൻ. ബെല്ലിൽ പ്രസ് ചെയ്യണം, പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.